ഇത് ഏതാണ്ട് ഈ മറ്റേ എന്താ ഗുണ്ടകൾ കിടന്ന് കാണിക്കണൊക്കെ നിങ്ങൾ കാണിച്ച പിന്നെ നിങ്ങൾ എന്ത് മതവിശ്വാസികളാണ് എനിക്ക് മനസ്സിലാവുന്നല്ലോ. നിങ്ങളെന്ത് ഗുണ്ടകളാണോ? അല്ല, നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഗുണ്ടകളാവാൻ ശ്രമിക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സാബിത് ഭായിയോട് തൗഹീദിനെ കുറിച്ച് ചോദിച്ചപ്പോ സാബിത് ഭായി എത്രത്തോളം സഹിഷ്ണുതയോട് കൂടിയാണ് സംസാരിച്ചത്. ആ അബ്ദുഹു റസൂലുഹു എന്നുള്ള കാലം ഒരു പ്രകോപനം ഇല്ലാതെ വളരെ സാവകാശം സംസാരിച്ചു തുടങ്ങിയ സാബിത്ത് ഭായി തിരിച്ചങ്ങോട്ട് നിങ്ങൾ ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ആ വിശ്വാസത്തെ, നിങ്ങളുടെ ദൈവവിശ്വാസമേ ലോജിക്കലി നിങ്ങൾ എങ്ങനെ ശരി എന്ന് സ്ഥാപിക്കും എന്നുള്ള ലഘുവായിട്ടുള്ളൊരു ചോദ്യത്തിന് എന്തുമാത്രം അസ്വസ്ഥനാകുകയാണ് ചെയ്തത്. എന്തുമാത്രം അസ്വസ്ഥനായി. ഞാൻ അവിടെ താഴെ ഇരുന്ന് കേൾക്കും സാബിത്ത് ഭായി ഒരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ. ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നറിയോ? സാബിത്ത് ഭായി കുറച്ചു മുന്നേ പറഞ്ഞു തെരുവ് ഗുണ്ട എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം മോശമായിട്ടുള്ള ഡിപിയും പ്രൊഫൈലും തെറിവാക്കുകളും മാത്രം പറയുന്ന ബോണ്ട് എന്ന് പറയുന്ന ഇവൻ, അവനോടാണ് ഒരു കൊച്ചു കുട്ടിക്ക്, അതായത് നമ്മുടെ മുന്നിൽ കൊച്ചു കുട്ടി വന്നിട്ട് ഉപ്പ എന്താണ് ഇതിന്റെ ചോദ്യം എന്ന് നമ്മളോട് എന്റെ മകൾ എന്നോട് ചോദിക്കുമ്പോ അല്ലെങ്കിൽ മകൻ ചോദിക്കുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ സാബിത്ത് ഭായി സാവധാനം ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ താഴെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അവനോട് ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ശിവനും കൃഷ്ണനും അതിനും അതുപോലെ നിങ്ങൾ പറയുന്ന യേശുവും തമ്മിൽ ലോജിക്കലി നിങ്ങൾ എങ്ങനെ സ്ഥാപിക്കും എന്ന് ചോദിച്ചപ്പോൾ അസ്വസ്ഥനായിക്കൊണ്ട് എന്തുമാത്രം പ്രകോപനപരമായ വാക്കുകളാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. പോട്ടെ, ഞാൻ മറ്റൊരു ഗ്രൂപ്പിൽ സംസാരിക്കുന്ന പോട്ടെ, ഇവിടെ എന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രയോഗങ്ങൾ നടത്തി. ഞാൻ തിരിച്ചൊന്ന് സാബിത്ത് ഭായി പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നു. എന്നിട്ട് സാബിത്തോടെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ മൈക്കെടുത്തത്. എന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തിയത് എന്താണ് ആലോചിച്ച് നോക്കി, റസൂൽ തന്നെ തെറി പറഞ്ഞിട്ട് പോയി. അപ്പോ ഈ ഇത്തരം കൃസംഗികളുടെ അവരെ ഒരു പരിധി കഴിഞ്ഞ് അവരുടെ ഗ്രന്ഥത്തിലേക്ക് അവരുടെ ചോദ്യങ്ങൾ അവര് വെക്കുന്ന യുക്തി, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദിന്റെ പ്രഖ്യാപനം, ഈ ഷഹാദത്ത് കലിമയിലുള്ള ആ ചോദ്യത്തിന്റെ ഉന്നം സ്വന്തം ഗ്രന്ഥത്തിലേക്ക് തിരിയുമെന്ന് കാണുമ്പോ അവര് കാണിക്കുന്ന അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥരായിക്കൊണ്ട് അവസാനിപ്പിക്കുക പ്രവാചകനെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും സാബിത്തുമായി ആ ക്ഷമയോട് പറയാൻ മുഴുവൻ ഞാൻ കേട്ടു. മാഷാ അല്ലാഹ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഏതൊരു കൊച്ചു കുട്ടിക്കും ഇതിനപ്പുറം ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അബ്ദുഹു റസൂലുഹു എന്നുള്ളത് കൃത്യമായിട്ട് സാബിത്ത് ഭായി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞപ്പോ അതിനെ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞ കൃസംഗി അസ്വസ്ഥനാകുന്നതാണ് നമ്മൾ കണ്ടത്. സാബിത്ത് ഭായി ഞാൻ ബോണ്ടിനോടല്ല സാബിത്ത് ഭായിയോട് സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് മൈക്ക് എടുത്തത്. ബോണ്ട് എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. ഇവരെ റൂമിൽ ഇത് സാധ്യമല്ല സാബിത്ത് ഭായി. അതെ അതെ ഒരു കാരണവശാലും, അതായത് മോഡറേറ്റർ പറഞ്ഞാൽ പിന്നെ മിണ്ടാതിരുന്നോണം അവിടെ. ഇവരെ റൂമിൽ എക്യുപ്പിന്റെ റൂമിലോ അച്ചൻകുഞ്ഞിന്റെ റൂമിലോ ലീഡർ റൂമിലോ ഒക്കെ മോഡറേറ്റർ പറഞ്ഞാൽ പിന്നെ മിണ്ടരുത്, അതാണ് അവിടുത്തെ റൂൾ. പക്ഷെ ഇവിടെ നമ്മൾ അതിനപ്പുറം സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, മിണ്ടാതിരുന്നു. എന്നിട്ട് മോഡറേറ്ററോട് സംസാരിക്കാൻ പോലും കയറി വന്ന ആൾക്ക് സംസാരിക്കാൻ പറ്റൂല. എന്നിട്ട് എന്നെ തെറി പറയാ. നമ്മുടെ ദിവസേനുള്ള സംസാരങ്ങളിൽ മുഹമ്മദ് എന്ന പേര് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മള് റസൂലുള്ള ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്നത് പോലും ഒരു ബഹുമാന സൂചകമായി ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പേര്, കാരണം വിശുദ്ധ ഖുർആനിൽ പോലും യാ മൂസ, യാ ഈസ എന്നൊക്കെ അള്ളാഹു താല വിളിച്ചിട്ടുള്ള യാ മുഹമ്മദ് എന്നല്ല വിളിച്ചിട്ടുള്ളത്. വിളിച്ചതെല്ലാം യാ റസൂൽ, യാ നബി യാ നബി, ഖുൽ യാ അയ്യുഹൻ നബി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ബഹുമാന സൂചകം ഖുർആനിലുള്ളത്. നമ്മൾ ആ രീതിയിൽ തന്നെ പറയുക. അപ്പൊ ഇവർക്ക് ഒരു 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 ആ പേര് പറയുന്നതിൽ പോലും ഒരു ബഹുമാനം ഇല്ലാതെയാണ് അവർ സംസാരിക്കുക. അപ്പൊ നമ്മൾ ഇവര് വൃത്തികേട് പറയണ്ട. അവര് ആ പേര് വളരെ മോശമായ രീതിയിൽ ലഫ്ല് തെറ്റിട്ട് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥരാകണം. നമുക്ക് മനസ്സിൽ വിഷമം വരികയാണ്. അവരിനി വൃത്തികേടൊന്നും പറയണ്ട. വൃത്തികേട് പറയാതെ തന്നെ പേര് കേൾക്കുമ്പോ പോലും നമുക്ക് അതിനോട് ഒരു വൈമനസ്യം തോന്നുകയാണ്. എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ളത്. നബീലിക്ക, അതുകൊണ്ട് ഇവിടെ ഈ ചാറ്റിനകത്ത് ഒരുത്തൻ മൈന എന്ന് പറയുന്ന പേര് വരുന്ന ഒരു ക്രിസംഗി ഇട്ടിരിക്കുന്നുണ്ടോ? മൈന എന്ന് പറയുന്ന ഒരുത്തൻ ക്രിസംഗി ഇട്ടിരിക്കുന്നുണ്ടോ? ഇതിനേക്കാളും മോശമായ വിധത്തിലാണ് പ്രവാചകനെ സാബിത്തൊക്കെ കണ്ടിട്ടില്ല. പ്രവാചകനെ അവന്മാരുടെ റൂമിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ബൈബിളിലെ ഒരു വചനം എടുത്ത് നമുക്ക് സംസാരിക്കാൻ സാധ്യമല്ല. ആ വിധത്തിലാണ്. പക്ഷേ അവരിവിടെ വന്നിട്ട് എന്തെല്ലാം കരച്ചിലുകളാണ് കരയുന്നത്, എന്തെല്ലാം കരച്ചിലുകളാണ്.
അല്ല തനോസേ, ഇവിടെ വന്നിട്ട് ഇത്ര നേരം വന്നിട്ട് അവർ പ്രതിരോധിച്ചിട്ടില്ല. അപ്പൊ താഴെ ഞാൻ ഒരാളുടെ മെസ്സേജ് കാണുന്നുണ്ട്, നിങ്ങളാണ് ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. റൈസ്ക ഇത്ര നേരം ബോർഡ് സംസാരിച്ചപ്പോൾ തെറി പറഞ്ഞിരുന്നോ? അല്ല, റൈസിക്ക തെറി പറഞ്ഞതല്ല, അവിടെ മൈന എന്ന് പറയുന്ന ഒരു റൈസ്ക അല്ല തനോസേ, ഒരു മിനിറ്റ്. റൈസ്ക മറ്റേ പുള്ളിയുടെ പേരെന്താ, ബോണ്ട് തെറി പറഞ്ഞിരുന്നു വന്നപ്പോ ഇത്ര നേരം റൈസ്ക ആ ചാറ്റ് ഒന്ന് ശ്രദ്ധിച്ചു ഇല്ല നോക്കാം. ഇല്ല 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 ചാറ്റ് ഒന്ന് ഇല്ല. എന്താ അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? എന്നോടാണോ ചോദ്യം? സാബിത്ത് ഭായി പ്രകോപനപരമായിട്ടുള്ള ഒരു ചോദ്യം അവനോട് ചോദിച്ചിട്ടില്ല. അതെ, അത് തന്നെയാണ് പ്രശ്നം. അതെ, അവസാനം സാബിത്ത് ഭായി ചോദിച്ചു തുടങ്ങിയപ്പോ ഉള്ള ബഹളം എന്തായിരുന്നു അത് കണ്ടില്ലേ? അത് തുടക്കമായിരുന്നു സാബിത്ത് ഭായി. അത് ഞാൻ മയക്കെടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അവന്റെ പ്രകോപനം കൂടി. ഞാൻ കയറി വന്നിട്ട് ഞാൻ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, യേശുവും മനുഷ്യനല്ലേ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അതിലെന്ത് പ്രകോപനമാണുള്ളത്? സാബിത്ത് ഭായി ചോദിച്ച അതേ ചോദ്യത്തിന് മറ്റൊരു രീതി. സാബിത്ത് ഭായി ചോദിച്ചു, കൃഷ്ണനെയും ശിവനെയും അവർ ദൈവങ്ങളായി സ്ഥാപിക്കുമ്പോൾ, അവർ അവരുടെ മതഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ദൈവങ്ങളെ സ്ഥാപിക്കുമ്പോൾ, നിങ്ങളും ബൈബിൾ ഉപയോഗിച്ച് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് സ്ഥാപിക്കുന്നു. ഇത് ലോജിക്കലി ഒന്ന് തെറ്റും ഒന്ന് ശരിയും ആകുന്നത് എങ്ങനെ? അതല്ലേ സാബിത്ത് ഭായിയുടെ ചോദ്യം. ആ ചോദ്യത്തിനെ അഡ്രസ് ചെയ്യാതെ അസ്വസ്ഥനായി അവിടെയാണ് ഞാൻ ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ യേശു മനുഷ്യനല്ലേ എന്നുള്ള ചോദ്യം അത് അവനോടല്ല, സാബിത്ത് ഭായിയോടാണ് ചോദിക്കാൻ പറഞ്ഞത്, യേശു മനുഷ്യനല്ലേ. അപ്പൊ അവൻ അസ്വസ്ഥനാകുന്ന എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അത് ഈ അസ്വസ്ഥയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് അവസാനം റസൂലുള്ളാഹി തെറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. ഇനി ഒന്നും സാബിത്ത് ഭായി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അവൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു ഓർത്തഡോക്സ് സഭാപിതാവിന്റെ ഫോട്ടോ ഇട്ടത്. അല്ലെങ്കിൽ ഈ ബോണ്ടിന്റെ ക്ലബ് ഹൗസിൽ ഉടനീളം നടക്കുമ്പോൾ അവന്റെ DP ശ്രദ്ധിച്ചാൽ മതി. കപട വേഷധാരികൾ. അത്തരം എന്തായാലും സാബിത്ത് ഭായിക്ക് അറിയാലോ, ഇത്തരം എന്താ പറയാ അസഭ്യം പറഞ്ഞ് കവിത എഴുതുന്ന ആൾക്കാരെ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻകറേജ് പോലും ചെയ്തിട്ടില്ല. റസൂൽ വളരെ മോശമായിട്ട് കവിതകൾ എഴുതിയ ആൾക്കാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻകറേജ്, വിമർശകരെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം നജ്റാനിൽ നിന്ന സഭാപിതാക്കന്മാരെ മദീന പള്ളിയിൽ വിളിച്ച് സ്വീകരിച്ച് സംവദിച്ചിട്ടുണ്ട്. പക്ഷെ അസഭ്യം പറഞ്ഞ് കവിതകൾ പറഞ്ഞ ആൾക്കാരെ റസൂൽ സല്ലല്ലാഹു ഒരിക്കലും എൻകറേജ് ചെയ്തിട്ടില്ല. അപ്പോ ഈ സാബിത്ത് ഭായി ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, ഈ ബോണ്ട് എന്ന് പറയുന്ന, അതുപോലെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ഐഡികൾ, ന്യൂക്ലിയർ മാറ്റിവെക്കാം, ഈ ബോണ്ട് എന്ന് പറയുന്ന ഇവൻ ക്ലബ് ഹൗസിൽ അവന്റെ ഓരോ റൂമിൽ സഞ്ചരിക്കുമ്പോൾ അവന്റെ DP അത്രത്തോളം പ്രകോപനപരമായ DPകളാണ്. ഇവിടെ കയറി വന്നപ്പോൾ ഇവിടെ സംസാരിക്കണമെങ്കിൽ ഇവിടെ ഒരു അവരുടെ സഭാപിതാവിന്റെ ഫോട്ടോ ഇട്ടാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാപട്യമാണ്. ഇതിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രകോപനപര DP ഇടുക, ഇവിടെ വരുമ്പോൾ സംസാരിക്കാൻ വേണ്ടി DP മാറ്റുക. അങ്ങനെയല്ലല്ലോ. ഞാൻ ഷാക്കയുടെ റൂമിൽ വെച്ചും ഇവിടെ ബോണ്ട് ഇതേപോലെ കയറി വന്നത് വളരെ വൃത്തികെട്ട ഒരു DP ഇട്ടിട്ടാണ് കയറി വന്നത്. വളരെ മോശമായ DP. അവിടെ നിന്ന് ഞാൻ ഇറക്കി വിട്ടതാണ്. അവിടെ അങ്ങനത്തെ DP സംസാരിക്കാൻ പറ്റില്ല. അതെ. അല്ല, അത് എന്തിനാണ്? അത് കാപട്യമാണ്. അങ്ങനെയുള്ളവരെ ഞാൻ ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ വിമർശകരെ വിളിച്ച് സംവദിക്കുമ്പോൾ പോലും ആ വിമർശകരിൽ പോലും മാന്യരായിട്ടുള്ള ആൾക്കാർ, ആ മാന്യത കീപ്പ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിച്ചിട്ടുള്ളത്. അസഭ്യം പറയുന്ന, വൃത്തികേട് പറയുന്ന മോശമായ ആൾക്കാരെ എൻകറേജ് ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും വൃത്തികേട് പറയുന്നത്, ഈ ബോണ്ട് എന്നൊക്കെ പറയുന്ന മഹാവൃത്തികേട് പോട്ടെ, വൃത്തികേട് പറയുന്നത് പോട്ടെ, DP അത്രത്തോളം വൾഗറായിട്ട് ഇടുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ളവര് അത് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യവും അല്ലായിരുന്നു. അത് വളരെ ആ നിഷ്കളങ്കതയെ വളരെ മുഖമിലേക്ക് എടുത്തുകൊണ്ട് തന്നെ സാബിത്ത് ഭായി മറുപടിയും പറഞ്ഞു. എന്നിട്ട് അവസാനം അത് ആ ലോജിക്കൽ എക്സ്പ്ലനേഷൻ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവന് ഹാലിളകി. അപ്പൊ ഞാൻ യേശു മനുഷ്യനിൽ കൂടി ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ മിണ്ടാൻ പാടില്ല. എന്നിട്ടും സാബിത്ത് ഭായി പറഞ്ഞ കേട്ട് ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ സുന്നി വോയിസില് നിങ്ങൾ പാലിക്കുന്ന മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതിരുന്നത്, സംസാരിച്ച ഒരു പ്രകോപനപരമായ സംസാരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതെ നിബിൽക്ക്, അത് കറക്റ്റാണ്. നിബിൽക്ക് പറഞ്ഞത് ഉറപ്പാണ്. അവരങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. ഞാൻ ഈവൻ അലൻ ബ്രദറും അലൻ ജോസഫ് ഉണ്ടല്ലോ, അലൻ ബ്രദറോടും റെജി ബ്രദറോടും പേഴ്സണലി വാട്സപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്രിസംഗികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കുക.
ഏത് വേദിയിലാണോ ആ വേദിയിൽ എന്താണോ അവര് വെക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണോ അതിനനുസരിച്ച് അവരുടെ പ്രോട്ടോകോൾ എന്താണോ അതനുസരിച്ച് അവിടുത്തെ മോഡറേറ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ഇവരുടെ മോഡറേറ്റർഷിപ്പിലുള്ള റൂമിൽ ഇവർ പറയും എക്കോ ചെമ്പർ പുറത്ത് പോത്തെന്തുണ്ടാ? ഇവർ ഇതുപോലെ ഇവിടെ സാബിത്തുബായും റൈസും ഹാൻഡിൽ ചെയ്ത പോലെ ഒരു മോഡറേറ്റർഷിപ്പിൽ അവിടെ അല്ല. പക്ക വൃത്തികേട് തെറിയുമാ പറയുന്നത്, മഹാമോശമായ തെറികൾ. കുറെയൊക്കെ നിസു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൃത്തികേട്. അവിടെ പോസ്റ്റർമാരെന്ന് പറഞ്ഞ ആൾക്കാർ തെറി പറയാ, വൃത്തികേട് പറയാ. അങ്ങനെയുള്ള ഒരു മോഡർഷിപ്പിലെ വേദിയിൽ നമ്മൾ ഇങ്ങനെ കയറി ചെല്ലും. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്താൽ അവർ അവസാനം ഇവിടെ കയറി വരുന്നതിന്റെ ഒരു കാരണം, ഇവിടെ ഇത്തരം ക്ലബ് ഹൗസിൽ അറിയപ്പെട്ട ക്രിസംഖി തീവ്രവാദികൾ ഇവിടെ കയറി വരാനുള്ള ഒരു കാരണം നിങ്ങൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള ഫ്രീഡം കൊണ്ട് മാത്രമാണ്. എന്ന് സാബിത്തുബായി അവരോട് ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിച്ചു തുടങ്ങുന്നോ അന്ന് നോക്കിയോ അവര് പിന്നെ ഇങ്ങോട്ട് വരൂല. തിരിച്ച് ചോദ്യം ഇല്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങോട്ട് കയറി വരുന്നത്. അതെ അതെ, അത് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാത്തതുകൊണ്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആട്ടോ. അത് ഒരു 4 പേരുണ്ടായിരുന്നു തോന്നുന്നു. നസറിൻ അറിയില്ലേ, പുള്ളി വരലില്ല. അതെ അതെ, ഏത് നബീൽക്ക, നസ്രീൻ കോളർ, അവരുടെ വിശേഷണം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ഷാബിത്ത് ഭായ്, ഇതിലിപ്പോ അവര് പറഞ്ഞ ഒരു നുണുണ്ട്. ഈ ദൃക്സാക്ഷികൾ ആരാണ്? അപ്പോസ്തലന്മാരല്ലേ. മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഒന്നും ദൃക്സാക്ഷികളല്ല. ആ ദൃക്സാക്ഷികൾ പറയുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞു യേശു ക്രിസ്തു എഴുന്നേറ്റു എന്ന് പറഞ്ഞത് അല്ലേ? ആ ദൃക്സാക്ഷികളായ അപ്പോസ്തലന്മാര് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 10:39-40 വചനങ്ങളില് പറയുന്നത് പിന്നെ ക്രിസ്തുവിനെ, അതായത് ബൈബിള് പറയുന്ന ക്രിസ്തുവിനെ അവര് യഹൂദന്മാര് അവര് മരത്തിൽ കെട്ടി തൂക്കിക്കൊന്നു, 3-ാം ദിവസം ദൈവം ഉയർപ്പിച്ചു എന്നാ പറയുന്നത്. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിച്ചു, പ്രത്യക്ഷനാവുകയും ചെയ്തു, ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു സ്വയം ഉയർത്തി എഴുന്നേറ്റതല്ല. ഇപ്പൊ ബോണ്ട് ഡി പി നോക്കിയ സാബിത്ത് ബോണ്ട് താഴെ ഉണ്ട്, പോയി. ആ ബോണ്ട് ഡി പി നോക്കിയേ, ഇപ്പോഴത്തെ ബോണ്ട് ഡി പി നോക്കിയേ സാബിത്ത് ഭായി. അപ്പൊ സാബിത്ത് ഭായി, കണ്ടോ? യഹൂദന്മാരുടെ ദേശത്ത് ജെറുസലേം ദൃക്സാക്ഷികളായ അപ്പോസ്തലന്മാര് പറയുന്ന വചനാണപ്പോ ഇത്. അപ്പോസ്തല പ്രവൃത്തി 10:39-40 യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു, എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മളെ സുഹൃത്തുക്കള് പറഞ്ഞത് എന്താണ്? യേശുക്രിസ്തു 3-ാം ദിവസം എഴുന്നേറ്റു എന്നാണ് അല്ലേ? ഇവിടെ ദൈവം ഉയർപ്പിച്ചു എന്നാണ് സാക്ഷികളായ അപ്പോസ്തലന്മാര് പറയുന്നത്. അല്ലാതെ ഇവർ ദൈവം എന്ന് വിളിക്കുന്ന യേശുക്രിസ്തു സ്വയം എഴുന്നേറ്റതല്ല. യേശുക്രിസ്തുവിനെ കണ്ട ആളുകൾ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നോ? ഇല്ല. യേശുക്രിസ്തുവിനെ കണ്ട കൂടെ ആ സമകാല യേശുക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ കൂടെ ജീവിച്ച പിന്നെ ആളുകൾ ആരും യേശുക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, ദൈവമായിട്ട് ആരാധിച്ചിട്ടുമില്ല. അങ്ങനെ ബൈബിളിലൊടി കാണുന്നില്ല. കണ്ടവരാണല്ലോ അവർ, യേശുക്രിസ്തുവിനെ കണ്ടവരാണ്. അവരുടെ യേശുക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ആരും യേശുക്രിസ്തു അവര് പറഞ്ഞല്ലോ, ക്ലിയർ പറഞ്ഞല്ലോ, കണ്ടിട്ടുണ്ടെന്ന്, എനിക്ക് അനുഭവം ഉണ്ടെന്ന്. ഇവര് കണ്ട ആളുകൾ പോലും യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിച്ചിട്ടില്ല. ഇവരിപ്പോ എങ്ങനെ കണ്ടു എന്ന് പറയാ? ഷഹാദത്ത് കലിമയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ശരിയാവുന്ന. അതിന് സാബിത്ത് ഭായി പറഞ്ഞു, അവിടെ ഷഹാദത്ത് കലിമയിൽ പറയുന്ന റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ അവിടെ അബ്ദുഹു വ റസൂലുഹു എന്നാ പറയുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അവനത് പോരാ,
അപ്പോഴാണ് സാബിത്ത് ഭായി ചോദിച്ചത്, എങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ യേശുവിനെ ദൈവമായിട്ട് എങ്ങനെയാ കണക്കാക്കുന്നത്? അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ബൈബിൾ എഴുതി തരാം, അത് കുറെ മനുഷ്യന്മാരാണ്. എങ്കിൽ ആ മനുഷ്യന്മാരെ വിശ്വസിക്കണ്ടേ? അതല്ല, കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ മതി. യേശു കർത്താവാണ്, യേശു ദൈവം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് ബൈബിളിൽ നിന്ന് കിട്ടി. ബൈബിൾ എഴുതി തരാം, കുറെ മനുഷ്യന്മാര്. ആ മനുഷ്യന്മാരെ വിശ്വസിക്കണ്ടേ? മനുഷ്യന്മാർ സത്യം പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കും? അത് മനുഷ്യന്മാരല്ല, അത് യേശു കർത്താവെന്ന്. അത് ഈ സർക്കുലർ ആർഗ്യുമെന്റ് ആണ്. വളരെ, അതായത് ഷഹാത്ത് കലിമയിൽ റസൂലുള്ളാന്റെ പേര് വന്നതാണ് അവന്റെ ആക്ഷേപം. ഓക്കെ, അവിടെ പറഞ്ഞു, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവ്യത്വം കൽപ്പിക്കലല്ല, അവിടെ അബ്ദുഹു വ റസൂലുഹു, അത് അവനും പറഞ്ഞു, ദൈവികമായിട്ടല്ല കണക്കാക്കുന്നത് എന്ന് അവനും പറഞ്ഞു. അവിടെ അബ്ദുഹു വ റസൂലുഹു എന്ന് ഷഹാത്ത് കലിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഉബൂദിയത്ത് ആണ് അവിടെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും സ്ഥാപിച്ചു വെച്ചാൽ, എങ്കിൽ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ ദൈവമാക്കുന്നു? അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ എഴുതി തരാം, കുറെ മനുഷ്യന്മാര്. അപ്പൊ മനുഷ്യന്മാരെ വിശ്വസിക്കണ്ടേ? അതല്ല, ഇങ്ങനെ ലോജിക്കില്ലായ്മ. അതായത് അവര് വെക്കുന്ന ഒരു ക്ലെയിം, അവര് വെക്കുന്ന ഒരു ആരോപണം അവരുടെ പുസ്തകത്തിലോട്ട് ആരോപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കളവ് പറയുകയാണ്. ഇവിടുന്ന് പറ്റില്ല, അവിടുന്ന് പറ്റും. ഇതാണ് അതെ, അല്ല, അതേസമയം യേശു മനുഷ്യനാണ്. ഇപ്പൊ എന്റെ വചനം, എന്റെ DP വായിച്ചു നോക്കിയേ, എന്താ DP എഴുതിയിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും. അല്ലെ, ഒരാളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ആ യേശു ക്രിസ്തുവിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെന്നാണോ അതിനർത്ഥം? ഇനി യേശു ക്രിസ്തു ദൈവത്തിന്റെ ദൈവം എന്നൊരു പ്രയോഗം ഉണ്ടോ? കർത്താവായ ദൈവത്തിന്റെ ദൈവവും എന്നൊരു പ്രയോഗം ഉണ്ടോ? ബൈബിളിലെ വചനാണ്, എഫെസോസ് 1:17, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും. അപ്പോ അപ്പൊ അത് അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനല്ലേ? അപ്പൊ അവർ അസ്വസ്ഥരാകാണ്, ദേഷ്യപ്പെടുകയാണ്. ഇവിടെ യേശു ക്രിസ്തു മനുഷ്യനല്ലേ ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ന്യൂക്ലിയർ വെച്ച് എന്താ ഉടനെ കറുത്ത കല്ലിലേക്കാണ് പോയത്. അതല്ലല്ലോ ചോദ്യത്തെ. ഇപ്പൊ സാബിത്ത് ഭായി ചോദിച്ച ചോദ്യത്തിനെല്ലാം സാബിത്ത് ഭായി ഷഹാദത്ത് കലിമ എന്താണ്, തൗഹീദ് എന്താണ്, റിസാലത്ത് എന്താണ്, അബൂദിയത്ത് എന്താണ്, അതൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അത് ചോദ്യത്തിന് എന്താണോ അതിന് മറുപടി. അവസാനം അവന്റെ പ്രശ്നം ഷഹാദത്ത് കലിമയിൽ റസൂലുള്ളാന്റെ പേര് കൂടി വരുന്നു, റിസാലത്തിന്റെ പ്രഖ്യാപനം കൂടി വരുന്നു. അതാണ് പ്രശ്നം. ഒരു എന്താ പറയാ, ഭൂമിയിൽ ജീവിച്ച് വഫാത്തായ ഒരാളുടെ പേര് എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നാണ് അവന്റെ പരാതി. അപ്പോ ചോദിച്ചു, അപ്പോ നിങ്ങളുടെ ബൈബിൾ ഇങ്ങനെ തന്നെയല്ലേ, നിങ്ങൾ യേശുവിനെ ദൈവമായിട്ട് എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് ചോദിച്ചപ്പോഴത്തേക്ക് അസ്വസ്ഥരാകുക, മറ്റേ ആള് ഹാൻഡ് റൈസ് ചെയ്ത് ഓടിക്കേറി വരിക. അതായത് ഇവരോട് സംസാരിക്കുമ്പോൾ ബൈബിൾ എടുക്കേ ചെയ്യരുത്, വൺ സൈഡ് ആയിട്ട് ചർച്ച ചെയ്യണം. അവര് വെക്കുന്ന സ്കെയിൽ അവരുടെ പുസ്തകത്തിൽ അപ്ലൈ ചെയ്യൂല. അത് ശരിയായ നിലപാടല്ല. അതെ, അങ്ങനെ തന്നെയാണ്. ചോദ്യത്തിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അല്ല, ചോദ്യം മാത്രല്ല, സ്കെയിൽ. അപ്പൊ സാബിത്ത് ഭായി ഒരു കാര്യം തെറ്റാണ്, ഇപ്പൊ സാബിത്ത് ഭായിയുടെ കയ്യിലുള്ള ഒരു മെഷർമെന്റ് തെറ്റാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ എന്റെ കയ്യിൽ അതിനൊരു മെഷർമെന്റ് വേണ്ടേ? അപ്പൊ അതിന് ഞാൻ എന്റെ കയ്യിലുള്ള മെഷറിംഗ് റിലയബിൾ ആണെന്ന് വെച്ചിട്ടല്ലേ മറ്റതിൽ അപ്ലൈ ചെയ്യാം. ഞാൻ വെക്കുന്ന സ്കെയിൽ ഞാൻ എന്റെ ഇതിൽ അപ്ലൈ ചെയ്യൂല, നിങ്ങളതിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അതെങ്ങനെ ശരിയാവും? അത് ശരിയല്ലല്ലോ. സാബിത്ത് ഭായി കൊടുത്തൊരു പണി ആലോചിച്ച് നോക്കുക. മനുഷ്യനെ, നിങ്ങളുടെ വിശ്വാസത്തിൽ മനുഷ്യനെയും കൂടെ ചേർക്കണം എന്ന് പറഞ്ഞാലും സാബിത്ത് ഭായി ആ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നിങ്ങൾ ബൈബിള് വിശ്വസിക്കണല്ലോ. ബൈബിൾ ആരെഴുതിയതാ? ഏതോ അറിയാത്ത ആളുകൾ, ഏതോ 40 ആളുകൾ എഴുതിയത്. ആരാ എഴുതിയെന്ന് പോലും ക്രൈസ്തവ സ്കോളേഴ്സിന് പോലും അറിയില്ല ഇത് ആരാ എഴുതിയെന്ന് ബൈബിളുകൾ. ഇപ്പൊ പറഞ്ഞു വന്ന് നോക്കുമ്പോ ആ സ്കെയില് തിരിച്ച് അങ്ങോട്ട് വെച്ച് നോക്കിയതാ. സാബിത്ത് ഭായി കറക്റ്റ് ആയിട്ട് ആരും അറിയാതെ പതുക്കെ അങ്ങോട്ട് അറുത്ത് കളഞ്ഞു ആ ചോദ്യം. പിന്നെ ഓട്ടത്തോടെ ഓട്ടം പോണ്ട്. അപ്പൊ മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പൊ ന്യൂക്ലിയറിന്റെ സഹായം തേടേണ്ടി വന്നത്. ന്യൂക്ലിയർ വന്നാൽ എന്തായാലും വിഷയത്തിൽ പറയില്ലാന്ന് അറിയാമല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ബൈബിള് മനുഷ്യൻ എഴുതിയത്, അതും അവൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പൊട്ടനായിട്ടാണ് അവൻ സമ്മതിക്കണത്. അല്ലെങ്കിൽ അത് പരിശു എഴുതിയാന്ന് പറയുമായിരുന്നു. അതാലോചിക്കുക. അപ്പൊ എന്തായി? 40 ആളുകളെ വിശ്വാസത്തിൽ എടുത്തെങ്കിലേ ഉള്ളൂ യേശുവിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ വിശ്വാസം നിലനിൽക്കുന്നത് തന്നെ ഏതോ പേരറിയാത്ത 40 ആളുകൾ എഴുതിയത്. പഞ്ചപുസ്തകം ആരെഴുതി? ജൂതന്മാർക്ക് പോലും അറിയില്ല ആരാ എഴുതിയെന്നുള്ളത്. പിന്നെ റോമറാണോ എബ്രായറാണോ പുതിയ നിയമത്തിൽ ആരെഴുതി? ഒരു ഐഡിയ ഇല്ല. മാർക്കോസ്, ഏത് മാർക്കോസ് എഴുതി? ഒരു ഐഡിയ ഇല്ല. ലൂക്കോസ്, അത് ഏതോ പൗലോസിന്റെ ശിഷ്യനാണെന്ന് ആരോപിക്കപ്പെടുന്നു.
അത് എന്തിനെഴുതിയതാ? ഏതോ ഒരു രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതിയത്. അപ്പൊ അയാളെ വിശ്വസിക്കണം, അയാളെ വിശ്വസിക്കണമല്ലോ. ചുരുക്കി പറഞ്ഞാല് 40 ആളുകളെയും കൂടെ വിശ്വസിക്കേണ്ടി വരികയാണ്. ഇപ്പൊ യേശു ക്രൂശിൽ കയറി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നാര് പറഞ്ഞു? അത് മനുഷ്യൻ പറഞ്ഞു. അത് ഓപ്പൺ ചെയ്യുമ്പോഴേ ആദ്യം കാണുന്ന മത്തായി സുവിശേഷത്തിന്റെ ആമുഖമാണ്, POC ബൈബിളിന്റെ ആമുഖമാണ് കേട്ടോ. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ മത്തായി ഈ സുവിശേഷം രചിച്ചു എന്നാണ് ആദ്യ നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസം എന്നതാണ് ഫസ്റ്റ് സെന്റൻസ്. ശ്രദ്ധിച്ചോ, ഈ സുവിശേഷം രചിച്ചു എന്നാണ് ആദ്യ നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസം. ഇനി കുറച്ച് താഴോട്ട് വരുമ്പോ അതിന്റെ ഒരു മധ്യത്തിലെത്തുമ്പോ ഒരു സെന്റൻസ് ഉണ്ട്, ഇതാണ് മത്തായി മനുഷ്യവർഗത്തെ മുഴുവൻ അശ്ലേഷിക്കുന്ന രക്ഷാപദ്ധതി ഉൾക്കൊള്ളുന്ന നമ്മൾ മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ മൂലരൂപം 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ AD 75-നും 90-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതുന്നു. അഥവാ ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് 50 കൊല്ലത്തോളം ശേഷം എഴുതപ്പെട്ടതാണെന്ന് കരുതുന്നു, രചിക്കപ്പെട്ടതാണെന്ന് കരുതുന്നു. എന്നാൽ ഇതിന് മുമ്പ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിന്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിന്റെ കൈയെഴുത്ത് പ്രതി ഒന്നും കണ്ടുകിട്ടിയിട്ടില്ല. ഒന്ന്, അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2, അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. 3, അതിന് കൈയെഴുത്ത് പ്രതി ഒന്നും ലഭിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് സാബിത് ഭായി? പൊളിയല്ലേ? ഇത് മത്തായി സുവിശേഷം 1, ഇത് മത്തായി സുവിശേഷത്തിന്റെ ആമുഖാണ്. ഇനി ഇതേപോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്തത് കിട്ടും. ബാക്ക് എടുക്കുക, ഹോമിൽ പോവുക, മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആമുഖം കിട്ടും. ഇതിലും അതുപോലെ വിശുദ്ധ മാർക്കോസ് AD 65-നും 75-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ഈ സുവിശേഷം എഴുതി എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം കേട്ടോ. അതിൽ ഇതൊന്നുമില്ല, ഈ സിൽസിലയൊന്നുമില്ല. നിങ്ങളിപ്പോ എവിടുന്ന വായിച്ചത്? വളരെ സത്യസന്ധമായ നിലപാടാണുള്ളത്. ഇത് POC ബൈബിളിന്റെ അതിന്റെ ഹോം സ്ക്രീനിൽ മോണിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. ഹോം സ്ക്രീൻ ഗ്രൂപ്പ് ചാറ്റിൽ അത് ഓപ്പൺ ചെയ്തോ, അപ്പൊ ഹോം സ്ക്രീൻ കിട്ടും. അത് വെബ്സൈറ്റ് ആണ്, ഹോമാണ്, ബൈബിളിന്റെ ഹോം പേജ് ആണ്. ഓക്കെ, ഇപ്പൊ നബീൽ ഭായ് വായിച്ചത് ഇത് ക്രൈസ്തവരുടെ തന്നെയല്ലേ? POCന്റെ ആമുഖമാണത്? POC ബൈബിൾ ആണ്. നാട്ടിലുള്ള ചുവന്ന അട്ടയുള്ള POC ബൈബിളിന്റെ ആമുഖം, മത്തായി സുവിശേഷത്തിന്റെ ആമുഖം. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ സാബിത് ഭായി ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടല്ലോ നിങ്ങൾ, എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല ആരാണ് മത്തായി എഴുതിയതെന്നുള്ളത്. പക്ഷെ നമ്മളങ്ങനെ വിശ്വസിച്ച് പോരുന്നു എന്ന് മാത്രം. അപ്പം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച പറയുകയാണെങ്കിൽ, ആരാണെന്ന് അറിയാത്ത 40 മനുഷ്യരും കൂടെ വിശ്വസിച്ചെങ്കിലേ ഉള്ളൂ ക്രൈസ്തവത ഉള്ളൂ എന്നുള്ളത് നേരത്തെ ബോണ്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. നമ്മൾ പ്രവാചകനെ, ദൈവദൂതനെ, ദൈവത്തിൻ്റെ മാലാഖമാരുടെ ദിവ്യബോധനം കിട്ടിയ ആ ദൈവദൂതനെയും നമ്മൾ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് വന്ന ആൾ അവസാനം പറയുകയാണ്, ഏതോ 40 ആളുകൾ എഴുതിയ ബൈബിളിനെ വിശ്വസിക്കണം, ആ ആളുകളെയും വിശ്വസിക്കണം. എങ്ങനെയുണ്ട്? അവസാനം പറയേണ്ടി വന്നു. കലിമത്ത് ഷഹാദയുടെ പ്രഖ്യാപനത്തിൽ റസൂലുള്ളാഹിന്റെ പേര് വന്നത് അവനെ അസ്വസ്ഥനാക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സ്കെയിലാണ്. അത് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. സാബിതുമായി പൊതുവെ അങ്ങനെയൊന്നും അവരുടെ കാര്യങ്ങൾ പറയാറില്ല ആള്. അതെ. അല്ല, അത് കാരണം അവൻ വെക്കുന്ന ഒരു മെഷർമെന്റ് സ്കെയിലാണ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ അവൻ വെക്കുന്ന ഒരു സ്കെയിലാണ്. അത് ഫാറുക്ക വായിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ലെങ്കിൽ പിന്നെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ കിട്ടിയ സാബിത്ത് ഭായി, ഇപ്പൊ ഹോം സ്ക്രീനിൽ മത്തായി എന്നുള്ള ആ പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആമുഖം കിട്ടും. അത് കിട്ടുന്ന പോലെ കിട്ടി. പുതിയ നിയമം മത്തായി, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആമുഖം കിട്ടും. അതിന്റെ ഫസ്റ്റ് സെന്റൻസും പിന്നെ അത് ഇടയ്ക്കുള്ള ഒരു സെന്റൻസുമാണ് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ ഓരോന്നും പോയി കഴിഞ്ഞാൽ അല്ല, ഇത് കത്തോലിക്ക, അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ ബൈബിൾ വെബ്സൈറ്റ് ആണിത്.
അവരുടെ കയ്യിലുള്ള പള്ളികളിൽ വായിക്കുന്ന ചുവന്ന അട്ടയുള്ള POC ബൈബിൾ എന്ന് പറയുന്ന ബൈബിളിന്റെ ഓരോ സുവിശേഷകരുടെയും ആമുഖം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഈ മറ്റേ ഇവരിപ്പോ ഈ ബോണ്ടും ന്യൂക്ലിയറും പെന്തകോസ്റ്റാരല്ലേ, അതുകൊണ്ട് ഒറ്റ ന്യൂക്ലിയർ തള്ളങ്ങ് കത്തോയാണ്, വരും. ന്യൂക്ലിയർക്ക് അങ്ങനെ കത്തോലിക്കയാണ്. കത്തോലിക്കായിട്ട് കത്തോലിക്കാണോ? പെന്തോയുടെ കൂടെ നടക്കുന്ന പെന്തോലിക്കനാണ്. മനസ്സിലായോ? പെന്തോലിക്കൻ. അല്ല, അത് ഞങ്ങളിട്ടല്ല, അത് അല്ല അവര് തന്നെ ഫഹദ് പരസ്പരം വിളിക്കുന്ന അപ്പൊ പേരാ. അവർക്ക് ആ പരസ്പരം വിളിക്കുന്ന പേരാ. ഓക്കെ. ആ അല്ല ഓക്കെ. ഫഹദ് അപ്പൊ നബീൽക്ക ഈ POC ആണോ സത്യവേദ പുസ്തകമാണോ ആദ്യമായിട്ട് ഇനി ഇതില് അല്ല, ഒരു കാര്യം കൂടി സാബിത് ഭായിക്ക് ഒരു കാര്യം കൂടി രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സാബിത് ഭായി, ഈ പഴയ നിയമം ഇപ്പൊ POC ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും പഴയ നിയമം എന്നൊരു സാധനം കിട്ടിയില്ലേ? ആ കിട്ടി. അതിന്റെ ഓർഡർ ഇതിന്റെ ഓർഡർ എന്താന്ന് വെച്ചാല്, ഇത് പഴയ നിയമം എന്ന് പറഞ്ഞ ഇവര് യഹൂദന്മാരുടെ തനാഖ് എന്നാണല്ലോ പറയാ. അവരെ ഗ്രന്ഥത്തിനാണ് അവർ പഴയ നിയമം കൊണ്ടു നടക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യഹൂദന്മാർക്ക് അവരുടെ പുസ്തകത്തിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ കംപ്ലീറ്റ് തകിടം മറിച്ച് തലകുത്തനെ വെച്ചിട്ടാണ് ഇവര് പുസ്തകം വെച്ചേക്കുന്നത്. അപ്പൊ അതെങ്ങനെ പഴയ നിയമം അവരുടെ പുസ്തകവും യഹൂദന്മാരുടെ പുസ്തകവും? അത് ഇപ്പൊ നമ്മൾക്ക് സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെയുള്ള 114 അധ്യായങ്ങളുടെ ഓർഡർ ഉണ്ട്. ഫാത്തിഹ കഴിഞ്ഞാൽ ബക്കറ, ബക്കറ കഴിഞ്ഞ് ആലിമ്രാൻ, ആലിമ്രാൻ കഴിഞ്ഞ് നിസാ കഴിഞ്ഞാൽ മാഇദ, അങ്ങനെയാണ് ഓർഡർ പോകുന്നത്. അതേപോലെ തനാഖ് അവർക്ക് യഹൂദന്മാർക്ക് അവരുടെ പുസ്തകത്തിന്റെ ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ തലകുത്തനെ, അതായത് ഫുൾ ഓർഡർ താളം തെറ്റിച്ച് വെച്ചിട്ടാണ് ഇവര് പഴയ നിയമം കൈവച്ചേക്കുന്നത്. ഈ സത്യവേദ പുസ്തകമാണോ POC ആണോ ആദ്യമായിട്ട് അച്ചടിച്ചിറക്കിയത്? സത്യവേദ പുസ്തകമാണത്. POC-നേക്കാൾ മുമ്പ് തർജ്ജമ ചെയ്യപ്പെട്ടത്. ഓക്കെ. യഹൂദന്മാരുടെ പുസ്തകത്തിലെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത്, ജൂയിഷ് ലൈബ്രറിയുടെ തനാഖിന്റെ വെബ്സൈറ്റിനകത്ത് ദൈവത്തിന് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സാബിത്ത് ഭായി കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇപ്പൊ തരാം. ഓക്കെ. ഞാനിപ്പോ അവരുടെ ജൂയിഷ് ലൈബ്രറിയുടെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പിൻ ചെയ്യാവോ? ഇവിടെ നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കണം കേട്ടോ. പൊതുവേ നമ്മൾ അള്ളാഹു എന്നൊക്കെ ഈ അറബിക് ബൈബിളിലൊക്കെ നമുക്ക് കാണാം. അത് അറബിക് ബൈബിളിൽ സത്യദൈവത്തിന് അള്ളാഹ് എന്നാണ് അറബിയിൽ പറയുക. അപ്പം അതിൻ്റെ പേരിൽ അറബിയിലായി. ഇതങ്ങനെയല്ല കേട്ടോ. അവരുടെ മാതൃഭാഷ തന്നെയായ, അവരുടെ പ്രമാണത്തിൻ്റെ മാതൃഭാഷയായ ഹിബ്രുവിലെ അവർ ബൈബിളിൻ്റെ കോട്ട് എഴുതുമല്ലോ, ആ കോട്ട് എഴുതിയെടുത്താണ് അള്ളാഹ് എന്നുള്ള എഴുതിയിരിക്കുന്നത്. അതും ഹിബ്രു ഭാഷയിൽ തന്നെ. എങ്ങനെയാണോ മറ്റെല്ലാം എഴുതിയിരിക്കുന്നത് അവിടെ അതേപോലെ തന്നെ അള്ളാഹ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അത്ഭുതം. അത് സാബിത്ത് ഇപ്പൊ മുകളിൽ പിൻ ചെയ്തല്ലോ. ആദ്യം ഇപ്പൊ ഇവര് പറഞ്ഞ ഇവര് കൊണ്ടുവരുന്ന കുറെ വെബ്സൈറ്റുകൾ sunna.com അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റ് പോലെയൊന്നും അല്ല. അതായത് ആ വെബ്സൈറ്റ് ഇടുക, tafsir.com, al-tafsir.com, തൻവീർ മിഖ്ബാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെബ്സൈറ്റുകൾ കൊണ്ടുവരുമല്ലോ. അങ്ങനത്തെ വെബ്സൈറ്റ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന്റെ എബോട്ടിൽ പോവാ. ഈ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യം അതിന്റെ എബോട്ട്, ആ മുകളിലുള്ള 3 വരെ ക്ലിക്ക് ചെയ്യുമ്പോൾ എബോട്ട് സെഫാരിയ എന്ന് കാണും. എബൌട്ട് സെഫാരിയ, എ ലിവിംഗ് ലൈബ്രറി ഓഫ് തോറ ടെക്സ്റ്റ് ഓൺലൈൻ, എബൌട്ടിൽ പോകുമ്പോൾ കാണും. ഓക്കെ, അതിൽ അവർ എഴുതിക്കുന്ന വാക്ക് ഇതാണ്: വി ആർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. നമ്മളാണ് വേദക്കാർ, നമ്മളാണ് വേദക്കാർ. For thousands of years, our culture, our traditions and our values have been transmitted through our text. സഹസ്രാബ്ദങ്ങളായി നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ മൂല്യങ്ങൾ ഇവയെല്ലാം പുസ്തകങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. From an oral tradition to handwritten scrolls to a vast corpus of printed books, each new medium democratized knowledge and brought more people into the great Jewish conversation. അഥവാ വാമൊഴിയിലൂടെ, അഥവാ ഓറൽ ട്രഡീഷനിലൂടെ, ഹാൻഡ് റിട്ടൺ സ്ക്രോൾസ്, എഴുതപ്പെട്ട ലിഖിത രേഖകളിലൂടെ, ടു എ വാസ്റ്റ് കോർപ്പസ് ഓഫ് പ്രിന്റഡ് ബുക്സ്, പ്രിന്റ് ചെയ്യപ്പെട്ട ധാരാളം ബുക്കുകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, ഈച്ച് ന്യൂ മീഡിയം ഡെമോക്രൈസ്ഡ് നോളജ് ആൻഡ് ബ്രോട്ട് മോർ പീപ്പിൾ ഇൻ ടു ദ ഗ്രേറ്റ് കോൺവെർസേഷൻ. ജനകീയമാക്കി, ഈ ജൂയിഷ് സംസാരത്തെ വളരെയധികം ജനകീയമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ സംസാരം അവർ അതിന്റെ എന്താ പറയാ, യഹൂദ സംസ്കാരത്തിന്റെ ആ ബോസ്റ്റിംഗ്, അവരുടെ
എന്താ പറയാ അതിന്റെ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ അവർ എടുത്തു പറയാണ്. സഫാരി ആസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡെഡിക്കേറ്റ് ടു ബിൽഡിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ജൂയിഷ് ലേണിംഗ് ഇൻ ആൻ ഓപ്പൺ ആൻഡ് പാർട്ടിസിപ്പേറ്ററി വേ. വളരെ തുറന്നതും സഹകരണവുമായിട്ടുള്ള രീതിയിൽ യഹൂദന്മാരുടെ ചരിത്രം സംസാരിക്കുന്ന ഒരു ഗ്രന്ഥശേഖരത്തിന്റെ വെബ്സൈറ്റ് ആണ് എന്ത് ജൂയിഷ് ഈ safaria.org എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിൽ പോവാ. അതിൽ പോകുമ്പോ തനാഖ് എന്നുള്ള പേജ് എടുക്കുക. തനാഖിൽ ഇങ്ങനെ പോകുമ്പോ നമ്മൾ താഴോട്ട് വരുമ്പോ തർഗൂം എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ട്. തനാഖിനകത്ത് ക്രോണിക്കിൾസ് കഴിഞ്ഞ് തർഗൂം എന്നൊരു ഹെഡിങ് ഉണ്ട്. ആ തർഗൂം എന്നുള്ള ഹെഡിങ്ങിൽ മൂന്നാമത്തെ ടൈറ്റിൽ തഫ്സീർ റസാഖ് എന്നാണ്. എന്താണ് ടൈറ്റിൽ? തഫ്സീർ റസാഖ്. safaria.com ORG-യിൽ ഒന്നാമത്തെ ഹെഡിങ് തനാഖിന്റെ ഹെഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ താഴോട്ട് വരുമ്പോൾ ക്രോണിക്കിൾസ് കഴിഞ്ഞ് അടുത്ത ഹെഡിങ് തഫ്സീർ റസാഖ്. തർഗൂമിനകത്ത് തഫ്സീർ റസാഖ് എന്നാണ് ആ ഹെഡിങ്. അത് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് അധ്യായങ്ങൾ കിട്ടും. എന്തൊക്കെയാ? ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ ജനസിസ്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം. അതിൽ ഈ നിയമാവർത്തന ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ പോകുമ്പോൾ അവിടെ ഹിബ്രു ടെക്സ്റ്റ് കാണും. അതിനോടൊപ്പം അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കാണാം. നേരത്തെ ഫഹദ് പറഞ്ഞതുപോലെ ഉള്ള സാധനം എന്റെ DP-യിൽ അതിന്റെ ആ തഫ്സീർ റസാഖിന്റെ ഡ്യൂട്രോണമി 6:4 എന്റെ DP ഒന്ന് വായിച്ചു നോക്കിയേ. ഹിബ്രു ടെക്സ്റ്റും കാണാം, അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണാം. നോ ഇസ്രായേൽ that Allah is our Lord and Allah is one. Fa'lam annahu la ilaha illallah. സമാനമായ പ്രയോഗം നോ ഇസ്രായേൽ that Allah is our Lord and Allah is one. ഇത് 10-ാം നൂറ്റാണ്ടിൽ AD 10-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ അറിയപ്പെട്ട പണ്ഡിതൻ, അവരുടെ ഏറ്റവും അദ്ദേഹത്തിന് റാവ് സാദിയ ഗാഓൺ എന്നാ പറയാ. റാവ് സാദിയ ഗാഓൺ എന്ന് പറയുന്ന യഹൂദന്മാരുടെ അറിയപ്പെട്ട പണ്ഡിതൻ, യഹൂദന്മാർക്ക് ഒരു അനിഷേധ്യനായ പണ്ഡിതനാണ്. 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അറബികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന യഹൂദന്മാരാണ്. ശ്രദ്ധിക്കണം, അറബികൾ മൊത്തം യഹൂദന്മാരെ തീർക്കാൻ വേണ്ടി നടക്കുന്നവര് പറഞ്ഞ യഹൂദന്മാരോട് വളരെ അടുത്ത്, അറബികളുമായും അന്നത്തെ യഹൂദന്മാരോട് വളരെ അടുത്ത ബന്ധമുള്ള യഹൂദ പണ്ഡിതനാണ്. ഓക്കെ, അതിന്റെ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിന്റെ DP എന്റെ DP-യിൽ നിങ്ങൾക്ക് കാണാം. എന്താണ്? നോ ഇസ്രായേൽ ദാറ്റ് Allah ഈസ് അവർ ലോർഡ്, Allah ഈസ് വൺ. അപ്പൊ യഹൂദന്മാർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നവർ ഇവർ പറയുന്നത് കളവാണ്. ഓക്കെ, ഇനി ആ സൈറ്റ് ശരിയല്ല കേട്ടോ. എന്ത്? അതാണ് ഉത്തരം. ആ സൈറ്റ് ശരിയല്ല, അവരുടെ മറുപടി ഞാൻ പറഞ്ഞത്. അല്ല, അത് തീർന്നില്ല, ഇനി ഒരെണ്ണം കൂടി തരാം. ഇനി ക്രൈസ്തവ ഒരു മിനിറ്റ്, ആ സൈറ്റ് ശരിയല്ല എന്ന് ആരാ പറഞ്ഞേ? അല്ല, ക്രിസ്ത്യാനികളോ? മറുപടി അങ്ങനെ വരൂന്ന്. ഓക്കെ അങ്ങനെ. അല്ല, ക്രിസ്ത്യാനികൾക്ക് എന്താ അവകാശമുണ്ട് യഹൂദന്മാരെ കാര്യം പറയാൻ? വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണല്ലോ അള്ളാഹുവിനെ വിളിച്ചു. ഇനി ക്രൈസ്തവർ അന്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടുന്ന ആ രാത്രിയിൽ അല്ലെങ്കിൽ ആ രാവിൽ അതിന് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ഖദീജ റളിയല്ലാഹു അൻഹു പോയത് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പണ്ഡിതന്റെ അടുത്താണ്. അല്ലെ സാബിത്ത് ഭായി? അല്ലെ വറഖത്ത് ഇബ്നു നൗഫൽ അല്ലെ? ഈ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹത്തെ കുറിച്ചുള്ള ക്രൈസ്തവ പ്രമാണങ്ങളിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ സാബിത്ത് ഭായി? ക്രൈസ്തവ പ്രമാണങ്ങളിൽ, ക്രൈസ്തവ ചരിത്രത്തിൽ വറഖ ഇബ്നു നൗഫൽ ഉണ്ട്. അതറിയോ സാബിത്ത് ഭായി? കേട്ടിട്ടുണ്ടോ? അതായത് അതുകൂടി തരുമ്പോ കൃത്യവും. അതായത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും വന്നിട്ടുള്ള ഈ പെന്തോ ബ്രദറൻ അല്ലെ 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന പെന്തോ ബ്രദറൻ ടീം അന്നില്ല. അന്ന് ഉണ്ടായിരുന്നത് ആരാണ്? അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൂടി തരാം. ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ആർച്ച് ഡയസ് ഓഫ് അന്ത്യോക്ക്
അവരുടെ ഇതുപോലെ സഫാരിയ പോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ചരിത്രം അഞ്ചാം നൂറ്റാണ്ടിലെയും 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും 8-ാം നൂറ്റാണ്ടിലെയും ചരിത്രം വിശദീകരിക്കുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിന്റെ കൊടുത്തരാം. ഓക്കെ, അതിന്റെ വെബ്സൈറ്റ് ഞാൻ ഗ്രൂപ്പ് ചാറ്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പിൻ ചെയ്യാവോ? സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. 16-ാം നൂറ്റാണ്ടിലുള്ള പെന്തക്കോസ്തുകാരോ 19-ാം നൂറ്റാണ്ടിലുള്ള ബ്രദറൻകാരോ അന്നില്ല. അവർക്ക് ഇതുമായി ക്രൈസ്തവ പാരമ്പര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല സ്ഥാപിക്കുന്ന വെബ്സൈറ്റ് ആണിത്. ഓക്കെ, ഷോർട്ട് ഓവർവ്യൂ ഓഫ് ദ കോമൺ ഹിസ്റ്ററി. പോയിട്ടില്ല, ലിങ്ക് മാറിയിട്ടില്ല, കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ മാറിയിട്ടില്ല. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്ന ഹിസ്റ്ററി ഇതാണ്. ഹെഡിങ് ഇതാണ്: സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ആന്റിയോക്ക്, ആർച്ച് ഡയോസിസ് ഫോർ ദ ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2010 മാർച്ച് 5-ന് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ആണ് ഇത്. പാട്രിയാർക്കൽ ജേണൽ വോളിയം 33 ജൂൺ 1995. അതില് വന്ന പാട്രിയാർക്കൽ ജേണലിൽ വന്ന കാര്യത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പേജ് നമ്പർ 146, വോളിയം നമ്പർ 133, പേജ് നമ്പർ 322 to 344. ആ ചരിത്രം മൊത്തം പറയാണ്. സിറിയൻസ് ആരാണെന്ന്. ഇപ്പൊ പറഞ്ഞ ഈ സൈറ്റിലല്ലേ ഇതില് എത്രയെന്ന് പറഞ്ഞ? ഇല്ല, ഇത് സഫാരി. ഇപ്പൊ മോളിൽ പിന്നെ സഫാരി ഇട്ടു. ഇതല്ല, ഞാൻ ഇപ്പൊ രണ്ടാമത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് രണ്ടാമത്തെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇത് മാറ്റിട്ടെന്നാ? ഇത് മാറ്റിക്കോ. ഇത് എടുത്തു വെച്ചെങ്കിൽ അടുത്തത് മാറ്റിക്കോ. സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് മാറ്റിക്കോ. അത് സേവ് ആക്കി. അതായത് ഒന്ന്, യഹൂദന്മാർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതിനുള്ളതിന്, ആ യഹൂദന്മാരും വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതിന് തെളിവാണ് സിറിയൻ ഓർത്തഡോക്സ് Safari.org തന്നത്. ഇനി അടുത്തത് വറഖത്ത് ബിൻ നൗഫൽ ആരാണ് എന്ന് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അവരുടെ ചരിത്രം പറയുന്ന വെബ്സൈറ്റിൽ, അവരുടെ കോമൺ ഹിസ്റ്ററി 5, 6, 7, 8 നൂറ്റാണ്ടുകളിൽ പറയുന്ന അതിൽ 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യം, അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട 2 കാര്യമാണ്. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള നമ്മളൊരു 10 കുറെ പാരഗ്രാഫ് ഉണ്ട്, കുറെ താഴോട്ട് വരണം. ഒരു 10, 15, 16 പാരഗ്രാഫ് താഴോട്ട് വരുമ്പോ കാണാം. ഫസ്റ്റത്തെ വരി വായിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും. ഫസ്റ്റത്തെ വരിയോ? വായിക്കുമ്പോഴേ ഓരോ ഖണ്ഡികയുടെ കൊടുത്തേക്കണേ. ഓരോ ഖണ്ഡിക താഴോട്ട് പോകണം. അത് ഖണ്ഡിക താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിലെ ഒരു ഹെഡിങ് ഇതാണ്: ദ പൊസിഷൻ ഓഫ് ദ സിറിയൻസ് ടുവാർഡ് ദ ഇസ്ലാമിക് കോൺക്വസ്റ്റ് എന്നതാണ് ആ ഒരു ഹെഡിങ്. ദ പൊസിഷൻ ഓഫ് ദ സിറിയൻസ് ടുവാർഡ് ദ ഇസ്ലാമിക് കോൺക്വസ്റ്റ്, അഥവാ സിറിയക്കാരുടെ നിലപാട്, ഇസ്ലാമിന്റെ വരവ്, ഇസ്ലാം സിറിയയിലോട്ട് പ്രവേശിച്ചതിനെ കുറിച്ചുള്ള സിറിയക്കാരുടെ നിലപാട്. ഓക്കെ, അത് പറയണം അവർ. എന്താ പറയുന്നത്? അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്ന സംഭവമാണേ. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ കുറിച്ച് സിറിയക്കാരുടെ നിലപാടാണ്. അന്നാണ് ഇസ്ലാം സിറിയയിലേക്ക് പ്രവേശിക്കുന്നത്, ദമസ്കസിലേക്ക്, പരിസര പ്രദേശങ്ങളിൽ. കേട്ടോ, ഫ്രം ദ എബവ്, അതായത് ഇതിനു മുമ്പ് അവരെ ക്രൈസ്തവർക്ക് ഈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന് അവിടെ റോമ പേർഷ്യ സാമ്രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ട പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുകളിൽ. എന്നിട്ട് പറഞ്ഞു ഫ്രം ദ എബവ്. ഇത് മുകളിൽ പറഞ്ഞ് ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് the religious conflicts in the Christian church, the attempts of the Byzantine powers to force the issues of the Council of Chalcedon upon the other churches by force, to throw its members in prison, to kill them, to ban them and to drive them out, alienated the Syrian Christians. അഥവാ അന്ന് ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ചർച്ചിനകത്തുള്ള പ്രശ്നങ്ങൾ, അവരെ ഈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ പീഡനം, അവരെ വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്നത്, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തു? സിറിയൻ ക്രിസ്ത്യാനികൾക്ക് അവരോട് വളരെയധികം അമർഷമുണ്ടായിരുന്നു. ഏതൊക്കെ കാര്യം? അവരിൽ പലരെയും പിടിച്ച് ജയിലിലാക്കി. ആരാണ്? ക്രിസ്ത്യൻ ചർച്ചിൽ തന്നെ പെട്ട ഒരു വിഭാഗം ബൈസാന്റിൻ ഫോഴ്സസ്. അവരെ തുറുങ്കിലടച്ചു, അവരിൽ പലരെയും കൊന്നു, അവരെ പലരും നിരോധിച്ചു. അങ്ങനെ അവരെ അവിടുന്ന് പുറത്താക്കി.
അത് അവരിൽ വളരെ അമർഷമുണ്ടാക്കി. ഓൾ ദീസ് അൺക്രിസ്ത്യൻ ഡീഡ്സ് അഥവാ ക്രൈസ്തവമല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ ഓൺലി സോഡ് ഹേറ്റ് ആൻഡ് അവേർഷൻ ഇൻ ദ ഹേർട്സ് ഓഫ് ദ സിറിയൻസ് അഗൈൻസ്റ്റ് ബൈസാന്റിയൻ പവേഴ്സ്. ബൈസന്ത്യക്കാരോട് അമർഷവും വളരെയധികം വിദ്വേഷവും മാത്രമേ അതുണ്ടാക്കാൻ സഹായിച്ചുള്ളൂ. The Persian powers in their empire oppressed both West and East Syrians in general, forced them under tyrannical policies and Zoroastrian beliefs. പേർഷ്യക്കാരും മോശക്കാരല്ലായിരുന്നു. പേർഷ്യക്കാരും വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് സിറിയൻസിനെ, കിഴക്കും പടിഞ്ഞാറുമുള്ള സിറിയക്കാരോട് വളരെ മോശമായ രീതിയിൽ നിയമം കൊണ്ടും അവിടുത്തെ മറ്റ് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ടും അവരെ അടിച്ചമർത്തി. Therefore, അതുകൊണ്ട് the Syrians under the Byzantine and Persian powers saw the Islamic conquerors അഥവാ സിറിയൻ ക്രൈസ്തവർ ബൈസാന്ത്യക്കാരും പേർഷ്യക്കാരുടെയും ഈ പീഡനങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് എന്താണ്? ഇസ്ലാമിക പടയാളികൾ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ അവരെ കണ്ടത് ആസ് ലിബറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിമോചകരായിട്ടാണ് സിറിയൻ ക്രൈസ്തവർ മുസ്ലിങ്ങളെ കണ്ടത്, മുസ്ലിം പടയാളികളെ കണ്ടത്. ആൻഡ് നോട്ട് ആസ് ഒക്യുപ്പയേഴ്സ് അഥവാ ഭൂമി കൈയടക്കാൻ വന്ന അധിനിവേശ ശക്തികളായിട്ടല്ല മുസ്ലിങ്ങളെ കണ്ടത്. ബൈസന്ത്യക്കാരും പേർഷ്യക്കാരും അവരെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ വിമോചകരായിട്ടാണ് കണ്ടത്. അത് മാത്രമല്ല, അവിടെ ചരിത്രം നിർത്തിയില്ല അവർ. അതിനുശേഷം സിറിയൻസ് പുട്ട് ഗ്രേറ്റ് ഹോപ്പ് ഇൻ ദം, സിറിയക്കാർ അവരോട് വളരെയധികം പ്രതീക്ഷ വെച്ചു. നോട്ട് ഓൺലി ബിക്കോസ് ദ മുസ്ലിംസ് ലിബറേറ്റഡ് ദം, മുസ്ലിങ്ങൾ അവരെ വിമോചകരാക്കി എന്നതുകൊണ്ട് മാത്രമല്ല, ഫ്രം ദ റിലീജിയസ് ട്രബിൾ, അവരുടെ മതപരമായ അത്തരം അക്രമങ്ങളിൽ അവരെ എന്താ പറയാ വിമോചകമാക്കി മാത്രമല്ല, ബട്ട് ഓൾസോ ബിക്കോസ് ദേ റിലീവ് ദ സിറിയൻസ് ഓഫ് ദ ബർഡൻസം ടാക്സസ് ദാറ്റ് വെർ പ്ലേസ്ഡ് ഓൺ ദെയർ ബാക്സ്. അഥവാ ബൈസാന്ത്യക്കാരും പേർഷ്യക്കാരും അവരുടെ മുകളിൽ ചുമത്തിയിരുന്ന അതിഭൈമമായ നികുതി, അതിൽ നിന്ന് പോലും അവരെന്ത് ചെയ്തു? അവരെ വിമോചിപ്പിച്ചു. എന്നിട്ട് അവർ അവസാനിപ്പിക്കുകയാണ്. ദേ സെറ്റ്, എന്നിട്ട് അവർ പറഞ്ഞു, പ്രൈസ് ബി ടു ഗോഡ്, ദൈവത്തിനു സ്തുതി, who delivered us from the unjust Byzantines and who put us under the rule of the just Muslim Arabs. മുസ്ലിങ്ങളായ അറബികളുടെ കീഴിൽ, നീതിപൂർവമായ മുസ്ലിം അറബികളുടെ കീഴിൽ ഞങ്ങളെ ആക്കിയതിന് ദൈവത്തിന് സ്തുതി. ആരാ പറയുന്നത്? 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സിറിയൻ ക്രൈസ്തവർ മുസ്ലിം പടയാളികൾ സിറിയ കൈയടക്കിയപ്പോൾ അന്നത്തെ സിറിയൻ ക്രൈസ്തവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് അവിടെ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് സ്തുതി. അതുകൊണ്ട് അവർ നിർത്തിയില്ല. ഒരു 2 പാരഗ്രാഫ് താഴോട്ട് പോകുമ്പോ ഒരു കാര്യം കൂടി കാണാം. അറ്റ് ദ എൻഡ് ഓഫ് ദ 6th, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ 7th century, 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം പറയാണ്. ഖാസ് ഇബ്നു സഈദ അൽ അയാദി, ബിഷപ്പ് ഓഫ് നജ്റാൻ, was praised for his wisdom, poetry and the art of speech. അഥവാ ഖാസ് ഇബ്നു സഈദ അൽ അയാദി എന്ന് പറയുന്ന നജ്റാനിലെ ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ വിവേകത്തിനും കവിതാ പാരായണത്തിനും അതിന്റെ സംസാര ശൈലിക്കും വളരെയധികം അദ്ദേഹത്തിന് സ്തുതിക്കപ്പെട്ടിട്ടുണ്ട്. അനദർ ഫേമസ് മാൻ, ഇനിയാണ് ശ്രദ്ധിക്കണേ, 2 പാരഗ്രാഫ് താഴോട്ട് പറയണം. ഇനി അനദർ ഫേമസ് മാൻ, വളരെ മറ്റൊരു പ്രശംസനീയനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാ പറഞ്ഞ? സിറിയൻ ഓർത്തഡോക്സ് പറയണേ. ഈസ് നെയ്മഡ് വറഖ ഇബ്നു നൗഫൽ ഇബ്നു അസ്സാദ്, who died about the year 611, 611 AD 611 മരണപ്പെട്ടു പോയ മറ്റൊരു പ്രമുഖനായ നേതാവുണ്ട്. സിറിയൻ ഓർത്തഡോക്സ് പറയാണ് മറ്റൊരു പ്രമുഖനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് എന്താണ്? വറഖ ഇബ്നു നൗഫൽ ഇബ്നു അസ്സാദ്. He was the bishop of Mecca that was full of Christians. മക്കയിൽ ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു, അവരുടെ ബിഷപ്പായിരുന്നു, ആ മക്കയിലെ ബിഷപ്പായിരുന്നു ആര്? വറഖ ഇബ്നു നൗഫൽ ഇബ്നു അസ്സാദ്. He was the cousin of Khadija. ഖദീജ റളിയല്ലാഹുവിന്റെ കസിൻ ആയിരുന്നു. ഡോട്ടർ ഓഫ് ഖ്വാലിദ്, ഖാലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹുവിന്റെ കസിൻ ആയിരുന്നു. ആൻഡ് ദ വൈഫ് ഓഫ് മുഹമ്മദ് ദ പ്രൊഫറ്റ്. അതാണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ വെബ്സൈറ്റിൽ, അവരെ ചരിത്രം വിശദീകരിക്കുന്ന വെബ്സൈറ്റിൽ പറയുകയാണ്, നബി ദ പ്രൊഫറ്റ് ആയിട്ടുള്ള മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ കസിൻ ആണ് ആര്? വറഖ ഇബ്നു നൗഫൽ ഇബ്നു അസ്സാദ്.
Most of the Christians of Mecca, Yemen, and Najran were members of the Syrian Orthodox Church. മക്കയിലുണ്ടായിരുന്ന ക്രൈസ്തവരായിട്ടുള്ള, അതുപോലെ മക്കയിലുണ്ടായിരുന്ന ക്രൈസ്തവർ, യമനിലുള്ള ക്രൈസ്തവർ, നജ്റാനിലെ ക്രൈസ്തവർ, ഇവരെല്ലാം തന്നെ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിലെ മെമ്പേഴ്സ് ആയിരുന്നു, അവരുടെ അംഗങ്ങളായിരുന്നു. മെജോറിറ്റി ഓഫ് ഖുറൈഷ് വാസ് ക്രിസ്ത്യൻ. ക്രിസ്ത്യാനികൾ, ഖുറൈശികളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരായിരുന്നു. ക്രിസ്ത്യൻസ് വെർ കോൾഡ് നസാറിയൻസ് ആഫ്റ്റർ ജീസസ്. അന്ന് ക്രൈസ്തവരെ നസാറിയൻസ് എന്നാണ് വിളിച്ചിരുന്നത്. നസറാണികൾ നമ്മൾ പച്ചമലത്തിൽ പറയും, നസാറിയൻസ് എന്നാണ് വിളിച്ചിരുന്നത്, അല്ലാതെ ക്രിസ്ത്യാനികൾ എന്നല്ല. അന്നത്തെ അറബികളിലും അറബ് നാടുകൾ, അതുകൊണ്ട് ഖുർആനിൽ എന്തോ യഹൂദ വൻ നസാറ എന്നുള്ള പ്രയോഗം ഏറ്റവും കൂടുതൽ കാണുന്നത് ഖുർആനിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നസാറാക്കൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അവരെ വിളിക്കപ്പെടുന്നത് നസാറാക്കൾ എന്നാണ്. ഓക്കെ, നസാറിയൻസ്. As manifold as the different dogma of the Christians of the Arab Peninsula might have been, they exerted a great influence upon the Arab Muslims there. അറബ് മുസ്ലിങ്ങളുമായി വളരെ നല്ല സ്വാധീനം അവരിൽ ഉണ്ടായിരുന്നു. അറബ് മുസ്ലിങ്ങളുടെ സ്വാധീനം അതുപോലെ അവർക്ക് തിരിച്ചു എന്നതാണ് ആ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അന്നത്തെ യഹൂദനും അന്നത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളെ എങ്ങനെ കണ്ടിരുന്നു, യഹൂദന്മാർ അള്ളാഹുവിനെ എങ്ങനെയാണ് അവരുടെ വെബ്സൈറ്റിൽ പരിചയപ്പെടുത്തിയിരുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ സാബിത്ത് ഭായിക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. സാബിത്ത് ഭായിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആണ്. ഇത് അവർക്ക് കൊടുത്തവർ അപ്പം തന്നെ തന്നു. ഇതിൽ എടുത്തു തന്നെ പറയുന്നുണ്ട്, another famous man is named Warqa ibn Nawfal ibn Asad, who died about the year 6. Okay, he was the bishop of the Makkah. ശരിയാണ്, ഗ്രേറ്റ്. ഇത് കൊടുത്ത അപ്പം തന്നെ തള്ളു. ഇല്ല, ഓക്കെ, നല്ല ചർച്ചയായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് എൻഡ് ചെയ്യാം. താഴെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ചർച്ച പോയിട്ടുണ്ട്. കുറേയൊക്കെ അങ്ങോട്ടും കൂടെ അസ്വസ്ഥത ഉണ്ടായി, കുഴപ്പമില്ല. എന്നാലും നല്ലതായാലും മുന്നോട്ട് പോയി. നമുക്ക് അടുത്ത ദിവസം ഒരു ചർച്ചയായിട്ട് വരാം ഈ വിഷയത്തിൽ. 40 ആളുകളെ വിശ്വസിക്കേണ്ട അവസ്ഥ വന്നല്ലോ, അതുപോലെ സാഹചര്യം ഉണ്ടാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത്രേ ഉള്ളൂ, വേറെ